ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നാളെ വൃശ്ചിക മാസം 1-ാം തീയതി നവംബർ 17. നാളെ മുതൽ 12 രാശികളിൽ ഉൾപ്പെടുന്ന ഒരു 7 രാശികളിൽ വരുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങൾ, ദുഃഖദുരിതങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുന്ന ഒരു നല്ല കാലത്തിൻ്റെ ആരംഭമാണ്. മുന്നോട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിക്ക് അനുസരിച്ച് നാളെ വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ ഈ പറയുന്ന 7 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലും ആ മാറ്റങ്ങൾ അനുഭവത്തിൽ വന്നു തുടങ്ങും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരികെ ലഭിച്ച് ജീവിതത്തിൽ ഒരു സുഖം, സമാധാനം, സന്തോഷമൊക്കെ ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു സമയത്തിൻ്റെ ആരംഭമാണ്. നമ്മൾ രാശിയെ അടിസ്ഥാനപ്പെടുത്തി ആ രാശിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പൊതുഫലം പറയുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ സ്വന്തം ജനന ജാതകമുണ്ട്. ആ ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങൾ കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോവുക. പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. ആഗ്രഹമുണ്ടെങ്കിൽ അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടി ഈ ഒരു സമയത്ത് പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ദശാകാലഘട്ടങ്ങളും ജാതകത്തിലെ മറ്റ് സ്ഥിതിയുമൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ച് ഈ 7 രാശികളിൽ വരുന്ന വ്യക്തികൾക്ക്, ആ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മുന്നോട്ടുള്ള സമയം വളരെ വളരെ ഉത്തമമാണ്. നാളെ വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ. ഇനി നമുക്ക് ഏതൊക്കെ രാശികളിൽ വരുന്ന നക്ഷത്ര ജാതകർക്കാണ് നാളെ വൃശ്ചികം 1 മുതൽ ജീവിതത്തിൽ ഒരു നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്നത് എന്ന് നോക്കാം. ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും മുന്നോട്ടുള്ള സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന പല കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ വിട്ടുമാറും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇടവം രാശിയിൽപ്പെട്ട പലരെയും സംബന്ധിച്ച് ജീവിതത്തിലെ പല പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും ഒരു തീരുമാനമെടുക്കുന്നതിലുള്ള ഒരു കാലതാമസം, അല്ലെങ്കിൽ എടുത്ത തീരുമാനങ്ങളൊന്നും ആ രീതിയിൽ ഫലപ്രദത്തിൽ അനുഭവത്തിൽ വരാത്ത ഒരു അനുഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങൾക്ക് വളരെ യുക്തിപരമായി ചിന്തിച്ച് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. ആ തീരുമാനങ്ങൾ മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിന് അടിത്തറ നൽകുന്ന തരത്തിൽ അത്രമേൽ ഗുണപ്രദമാകും. മനസ്സിന് നല്ല ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം ഇതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഉത്തമമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഇടവം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് അവരവരുടെ സഹോദരങ്ങളുമായിട്ട് ചില വ്യക്തികളൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് സഹോദരങ്ങളുമായിട്ടൊക്കെ ഒരു അകൽച്ച, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് ആ സഹോദരങ്ങളുമായിട്ടുണ്ടായിരുന്ന അകൽച്ച, അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ വിട്ടുമാറി ആ സഹോദരങ്ങളുമായിട്ട് കൂടിച്ചേരുവാനുള്ള, ആ ബന്ധം കൂടുതൽ ദൃഢമാക്കി മുന്നോട്ട് പോകുവാനുള്ള ഒരു അവസരം, ഒരു യോഗം തീർച്ചയായിട്ടും വന്നു ചേരും. അതുപോലെ തന്നെ മുതിർന്ന സഹോദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ഗുണഫലങ്ങൾ, നന്മകൾ ഒക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയവുമാണ്. ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് അത്രമേൽ മനസ്സിന് സുഖം, സമാധാനം, സന്തോഷം നൽകുന്ന തരത്തിൽ അനുഭവം ഉണ്ടാകും. അപ്രതീക്ഷിതമായി ജീവിതത്തിൽ പല നന്മകളും വന്നു ചേരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ കൈകളിലേക്ക് വന്നിരുന്ന പണം, അനാവശ്യ ചിലവുകൾ, പാഴ്ചിലവുകൾ ഒക്കെ വിട്ടുമാറി മുന്നോട്ടുള്ള സമയം നിങ്ങൾക്കത് ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യമാക്കി മാറ്റാൻ പറ്റുന്ന ഒരവസ്ഥ വന്നു ചേരും. അതുപോലെ ശുഭകരമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കുവാനായിട്ടുള്ള ഒരു അവസ്ഥ ലഭിക്കും. അവരവർക്കും അവരവരുടെ കുടുംബത്തിനും വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ വാങ്ങാൻ സാധിക്കുക. പലർക്കും സ്വന്തമായിട്ട് ഭൂമി, ഗൃഹത്തിനുള്ള യോഗങ്ങളൊക്കെ ഇടവം രാശിക്കാർക്ക് മുന്നോട്ട് വന്നു ചേരും. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനോ പുതിയ ഗൃഹനിർമ്മാണം തുടങ്ങുവാനോ അതിനുള്ള ഈശ്വരാധീനം ഒക്കെ വളരെയധികം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ച്. നിങ്ങൾ കാലാകാലങ്ങളായി മനസ്സിലാഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത്രമേൽ ഒരു സർവാഭീഷ്ടം, ഈശ്വരാനുഗ്രഹം ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്.
നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഈശ്വരാനുഗ്രഹം ലഭിക്കും. നിങ്ങൾ ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും അതൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും. ഇടവം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ ഓരോ അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങളായിരിക്കും. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾ പരിശ്രമിച്ച് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയമാണ്. ഒരു 10% നിങ്ങൾ പ്രയത്നിച്ചാൽ 100% ഫലം മുന്നോട്ടുള്ള സമയത്ത് തീർച്ചയായിട്ടും ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്ന സമയമാണ്. അത്രമേൽ ഈശ്വരാനുഗ്രഹം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വന്നു ചേരും. ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഈ ഒരു സമയത്തിനെ നിങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കി മുന്നോട്ട് പോവുക. നിങ്ങൾ ധൈര്യമായിട്ട് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും അതിനൊക്കെയുള്ള ഒരു ഈശ്വരാനുഗ്രഹം വന്നു ചേരുകയും അതൊക്കെ നിങ്ങളാൽ സാധിക്കുകയും ചെയ്യുന്ന അത്യുത്തമമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഈ ഒരു സമയം ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ പ്രകാരം അവരവരുടെ ആ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നാളെ വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ സർവ്വ വിജയങ്ങളും നന്മകളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്ക് നാളെ വൃശ്ചികം 1 മുതൽ ജീവിതത്തിൽ ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരുപാട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. എന്താണ് പ്രശ്നങ്ങളെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാറില്ലേ, നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് പല ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് പലരെയും സംബന്ധിച്ച് പലതരത്തിലാണ് എന്നുള്ളത് മാത്രം. ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള ആ സാമ്പത്തിക പ്രയാസങ്ങൾ, കടബാധ്യതകൾ, മറ്റു ചിലർക്ക് ലഭിച്ചിരുന്ന ഒരു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ, അപ്രതീക്ഷിതമായി ലഭിച്ച ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ, അതുമൂലമുണ്ടാകുന്ന വിഷമതകൾ, ഇതൊക്കെ അനുഭവിക്കുന്നവർ ധാരാളമാണ്. ചെയ്തുകൊണ്ടിരുന്ന ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയ ഒരനുഭവം, ഒരവസ്ഥ, കർമ്മരംഗത്തുണ്ടായ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ചിലരെ സംബന്ധിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ദാമ്പത്യ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാവുക, അതുമൂലമുള്ള മനോവിഷമം, മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരും ധാരാളമാണ്. അപ്രതീക്ഷിതമായിട്ടുണ്ടായ വാഹന അപകടങ്ങളോ, കൈക്കോ കാലിനോ കാൽമുട്ടുകൾക്കോ ഒക്കെ പരിക്ക്, അല്ലെങ്കിൽ ശരീരത്തിൽ കത്തിവെക്കേണ്ടതായ സർജറി പോലെയുള്ള അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായി ചിങ്ങം രാശിയിൽപ്പെട്ട പല വ്യക്തികളും അനുഭവിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ധാരാളമായിട്ട് വന്നു ചേരുന്ന അനുഭവം. 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ചിലവ് അനുഭവത്തിൽ വരിക. ആശുപത്രി വാസങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ വേണ്ടി പണം ചിലവഴിക്കേണ്ട ഒരവസ്ഥ, അനുഭവം. അതുപോലെ ഭൂമി സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടുമൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ അതൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന അനുഭവം. ഇങ്ങനെ പലതരത്തിലുള്ള സാമ്പത്തിക ക്ലേശങ്ങൾ, അലച്ചിലുകൾ, പരിശ്രമങ്ങൾ ധാരാളമായി വന്നു ചേരുന്ന അവസ്ഥ. ചെയ്യുന്ന കർമ്മത്തിലൊക്കെ ഒരുപാട് അലച്ചിലുകളൊക്കെ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ജോലി, ബിസിനസ്സൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചും അതിലൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നാളെ വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ നിങ്ങളുടെ ഒരു ഗ്രഹസ്ഥിതി അനുസരിച്ച് മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു നല്ല മാറ്റം, നല്ല ഗുണഫലം ലഭിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായ മാറ്റം, മോചനം ലഭിച്ച് ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുക. അതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. ആശുപത്രി വാസങ്ങൾ, ആ രോഗദുരിതങ്ങളിൽ നിന്ന് പൂർണ്ണമായ മുക്തിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം. സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ക്ലേശങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് വിട്ടുമാറും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന സമയം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു നഷ്ടപ്പെട്ട ജോലി തിരികെ ലഭിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുക, ബിസിനസ് മേഖലയിലൊക്കെ നല്ല മാറ്റം അനുഭവത്തിൽ വരിക. അങ്ങനെ ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് അനുഭവത്തിൽ വരും. അനാവശ്യ അലച്ചിലുകൾ, പരിശ്രമങ്ങൾക്കൊക്കെ ഒരു മാറ്റമുണ്ടാകും.
അതുപോലെ ഭൂമി സംബന്ധം ഗൃഹസംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ തടസ്സങ്ങൾ വിട്ടുമാറും. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുവാൻ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന സമയം. വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ചിങ്ങം രാശിക്കാർക്കും സമയം വളരെ വളരെ ഉത്തമമാണ്. വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ പ്രയാസങ്ങൾ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള വിവാഹം നിങ്ങൾക്ക് ആ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന ഒരു സമയമാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലുള്ള മാനസിക ശാരീരിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും നിങ്ങൾക്കൊരു നല്ല മാറ്റമാണ് നാളെ മുതൽ അനുഭവത്തിൽ വരുന്നത്. ഈ ഒരു സമയത്തെ നല്ല രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. കാരണം ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങൾ പാഴ്ചിലവുകളൊക്കെ കഴിഞ്ഞ കാലഘട്ടത്തിൽ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഈശ്വരാനുഗ്രഹം ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകർക്ക് പൂർണ്ണമായിട്ട് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും നിങ്ങൾക്ക് ഈ ഒരു മാറ്റം അനുഭവത്തിൽ വരും. അവരവർ ചെയ്യുന്ന ജോലി ആ ഒരു കർമ്മത്തിലാണെങ്കിലും ആ ഒരു ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിലും ആരോഗ്യകാര്യങ്ങളിലാണെങ്കിലും എത്രമേൽ വലിയൊരു സാമ്പത്തിക ബാധ്യതയോ കടബാധ്യതയിൽ കൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണെങ്കിലും അതിലും നിങ്ങൾക്കൊരു നല്ല മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ തക്ക തരത്തിൽ പുതിയ വഴികൾ നിങ്ങളുടെ മുൻപിൽ തുറന്നു കിട്ടും. ഈശ്വരാനുഗ്രഹം ലഭിക്കും. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. നല്ല മാറ്റം നല്ല ഗുണഫലം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരുന്ന സമയമാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ജീവിതത്തിൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും അനുഭവത്തിലില്ല, ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ചിങ്ങം രാശിയിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജനന ജാതകപ്രകാരം നടക്കുന്ന ആ ദശാകാലത്തിൻ്റെ ഗുണമാണ്, ആ ദശാനാഥൻ്റെ ബലമാണ് എന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. ആ ജാതകവശാൽ ഒരു പാപദശയോ അല്ലെങ്കിൽ ഒരു ഗുണദോഷ സമ്മിശ്രമുള്ള ഗ്രഹത്തിൻ്റെ ദശയോ ഒക്കെ നടക്കുന്നവർക്കാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് അനുഭവത്തിൽ വന്നിരിക്കുവാനുള്ള സാധ്യത. ഏതായാലും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു സമയം അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽ വരുന്ന മകം പൂരം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾക്കെല്ലാവർക്കും നാളെ വൃശ്ചികം 1 നവംബർ മാസം 17-ാം തീയതി മുതൽ എല്ലാ സൗഭാഗ്യങ്ങളും നന്മകളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിയിൽ വരുന്ന ചിത്തിര ചോതി വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള സമയം ഒരുപാട് ശുഭകരമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള നല്ല നല്ല ഗുണഫലങ്ങൾ മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. തുലാം രാശിയിൽപ്പെട്ട ചിത്തിര ചോതി വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലയിൽ വളരെയധികം നല്ല ഗുണഫലങ്ങൾ മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. പ്രധാനമായിട്ടും തുലാം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ ഇപ്പോൾ ഒരു ജോലി ഇല്ലാതിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരു മാറ്റം വേണം അല്ലെങ്കിൽ ഒരു പദവി ഉയർച്ച ഒരു സ്ഥാനമാറ്റമൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കർമ്മസംബന്ധമായിട്ട് അനുഭവത്തിൽ വരുന്ന ഒരു ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ടുള്ളൊരു ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്ന സമയം, പദവി ഉയർച്ച, നല്ല ഒരു സ്ഥാനമാറ്റം, ഇടം മാറ്റം ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കോ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്കൊക്കെ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഈ ഒരു സമയം കാലഘട്ടം നിങ്ങൾക്ക് വളരെ വളരെ ഗുണപ്രദമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഒരു പുരോഗതിക്ക് വേണ്ടി പരിശ്രമിച്ചാൽ ആ പരിശ്രമങ്ങൾ പൂർണ്ണമായിട്ടും അനുഭവത്തിൽ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് സ്വന്തമായി ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരു തൊഴിൽ സംരംഭങ്ങൾ ബിസിനസ് സംരംഭങ്ങളൊക്കെ നടത്തി മുന്നോട്ട് വരുന്നവർക്ക് അതിലുണ്ടായിരുന്ന ആ ഒരു കഷ്ടനഷ്ടങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ പരാജയങ്ങളൊക്കെ വിട്ടുമാറി ആ ബിസിനസ്സിൽ നിങ്ങളുടെ തൊഴിൽ സംരംഭങ്ങളിലൊക്കെ നല്ലൊരു ഉയർച്ച സാമ്പത്തിക നേട്ടം നല്ല നല്ല മാറ്റങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. പുതുതായി ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുക, ഒരു പാർട്ട്ണർഷിപ്പിൽ ബിസിനസ്സൊക്കെ ആരംഭിക്കുക, ഇതിനൊക്കെ നിങ്ങളെ സംബന്ധിച്ച് സമയം വളരെ അനുകൂലവും അതിനുള്ള യോഗവും കാലവും ഒക്കെ നിങ്ങൾക്ക് വളരെ അനുകൂലത്തിലുമാണ്.
അതുപോലെ തന്നെ തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും വിട്ടുമാറുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. എത്ര വലിയൊരു സാമ്പത്തിക പ്രതിസന്ധികൾ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന തുലാം രാശിയിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും അതിലൊക്കെ നിങ്ങൾക്ക് വളരെ വലിയ മാറ്റങ്ങളാണ് അനുഭവത്തിൽ വരിക. അനാവശ്യ കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ വിട്ടുമാറും. അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു ഈശ്വരാനുഗ്രഹം, ഒരു പുതിയ വഴി, ഒരു മാർഗം നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് നിങ്ങളുടെ കൈകളിലേക്ക് സാമ്പത്തിക സഹായം, പണം വന്നു ചേരുക. അങ്ങനെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ വിട്ടുമാറുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ശത്രുതകളോ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ളൊരു മനോഭാവങ്ങളോ അനാവശ്യ എതിർപ്പുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ വിട്ടുമാറി നിങ്ങൾക്കൊരു മനസ്സമാധാനം, സന്തോഷം, സുഖമൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭം. ഏതൊക്കെ വ്യക്തികളാണോ തുലാം രാശിയിൽപ്പെട്ട നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഏതെങ്കിലും കേസ്, വഴക്കുകൾ, കോടതി വ്യവഹാരങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരിക. പലതും നിങ്ങളെ പൂർണ്ണമായി വിട്ടുമാറുക, അതിലൊക്കെ ഒരു വിജയം ലഭിക്കുക, ഈ ഒരു അനുഭവമൊക്കെ വന്നു ചേരും. പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ദാമ്പത്യപരമായിട്ട് ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള കേസ്, കോടതി വ്യവഹാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിലും അതും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. ഒരുപാട് കാലത്തെ മനക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഒരു മോചനവും ഈ ഒരു കാലഘട്ടത്ത് നിങ്ങൾ തുലാം രാശിക്കാരെ സംബന്ധിച്ച് അനുഭവത്തിൽ വരും. പൊതുവെ വൃശ്ചികം 1-ാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടിയിരുന്ന പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ വിട്ടുമാറും എന്നുള്ളതാണ്. ആരോഗ്യപരമായിട്ട് നല്ലൊരു മുന്നേറ്റം ലഭിക്കുന്ന സമയമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുകയും നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് ജീവിച്ചു പോകുവാൻ സാധിക്കുന്ന ആ ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കുകയും ചെയ്യും. പൊതുവെ നിങ്ങളെ സംബന്ധിച്ച് പലതരത്തിലുള്ള നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങൾ ലഭിക്കും. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പലതും തിരികെ ലഭിക്കുന്ന സമയം, ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും മുന്നോട്ട് നല്ല രീതിയിൽ ആ ജീവിത വിജയം കൈവരിക്കുവാനുള്ള ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയം. ഇങ്ങനെ ഒരുപാട് നന്മകൾ, നേട്ടങ്ങളാണ് തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് അനുഭവത്തിൽ വരുന്നത്. ഇതിനെയൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനന ജാതക പ്രകാരമുള്ള ദശാകാലങ്ങളും മറ്റും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതും വളരെ വളരെ ഉത്തമമായിരിക്കും. അത്രമേൽ സമയം തുലാം രാശിക്കാരെ സംബന്ധിച്ച് വളരെ വളരെ അനുകൂലമാണെന്ന് മനസ്സിലാക്കുക. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരായ നിങ്ങളെ സംബന്ധിച്ച് എല്ലാവിധ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നാളെ മുതൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു മാറ്റം ലഭിച്ച് ജീവിതത്തിൽ മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയമാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ധനുരാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് സുഖാനുഭവം എന്നൊരു കാര്യം ലഭിച്ചു കാണാനുള്ള സാധ്യതയില്ല. അത് മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും പലരെയും സംബന്ധിച്ച് പലതരത്തിലുള്ള മാനസിക, ശാരീരിക, സാമ്പത്തിക പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച പല വ്യക്തികളും. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളിൽ കൂടെയാണ് പലരും കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും പലരെയും സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ കാരണം അനുഭവത്തിൽ വന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് പലരെയും സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. പലർക്കും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ടു പോയ അനുഭവം, അതായത് വരുമാനം നല്ല രീതിയിൽ ലഭിക്കാത്തൊരനുഭവം, നല്ലൊരു ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയവർക്കാണെങ്കിലും അതിലൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള പരാജയങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുള്ളതാണ്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് അല്ലെങ്കിൽ ആ കാര്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കി അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗുണഫലം ലഭിക്കാതിരിക്കുന്ന ഒരു അനുഭവം, അങ്ങനെ സാമ്പത്തിക പ്രയാസങ്ങൾ, കടബാധ്യതകളൊക്കെ ധാരാളം അനുഭവത്തിൽ വന്നിട്ടുള്ളവരാണ്.
മറ്റു ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അല്ലെങ്കിൽ അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ധനരാശിയിൽപ്പെട്ട പല വ്യക്തികളെയും സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതുമൂലം അനുഭവിക്കേണ്ടി വരുന്ന മാനസിക ക്ലേശങ്ങളൊക്കെ പലർക്കും ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ ഉണ്ടാകുന്ന കാലതാമസം, തടസ്സങ്ങൾ, അവസാന നിമിഷം ആ ഒരു വിവാഹം മുടങ്ങിപ്പോകുന്ന ഒരനുഭവമോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. എന്ത് ചെയ്താലും മുന്നോട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു ഫലം ലഭിക്കാത്ത അനുഭവം, പല കാര്യങ്ങളും നമുക്ക് അവസാന നിമിഷം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരനുഭവം, എത്ര ശ്രമിച്ചാലും ആ ഒരു ഗുണാനുഭവം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ശാരീരികമായിട്ടും സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും ഒക്കെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർ. മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ ഒരു സുഖാനുഭവങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്കൊരു സുഖം മനസ്സിനും ശരീരത്തിനും ആ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ മംഗളകരമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായി തടസ്സം, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് ധനുരാശിക്കാർ. അതുപോലെ തന്നെ ഒരു ഭൂമി വിൽക്കുവാനായിട്ടുണ്ട്. ആ ഭൂമി വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് കടബാധ്യതകൾ തീർക്കണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ചിട്ട് അത് നടക്കാത്ത അനുഭവം പലർക്കുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രതിസന്ധികളും പ്രയാസങ്ങളുമാണ്. ധനരാശിയിൽപ്പെട്ട പലരെയും സംബന്ധിച്ച് മാതാവിന് അല്ലെങ്കിൽ മാതൃസ്ഥാനത്തുള്ള വ്യക്തികൾക്കൊക്കെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവരുടെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടിന് വേണ്ടി പണം ചിലവഴിക്കേണ്ട അനുഭവം, ഇതൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവത്തിൽ വന്നിട്ടുള്ളതാണ്. ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, മാനസിക ക്ലേശങ്ങളാണ് പലരെയും സംബന്ധിച്ച്. ധനരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ എല്ലാ അനുഭവങ്ങളും വിട്ടുമാറി ജീവിതത്തിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സമയമാണ് മുന്നോട്ട് ആരംഭിക്കുന്നത്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരു നല്ല മാറ്റമാണ് മുന്നോട്ട് അനുഭവത്തിലുള്ളതെന്ന് മനസ്സിലാക്കുക. ഈ പറയുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിട്ടുമാറി നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾക്കും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾക്കും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു നല്ല മാറ്റമാണ് ഈശ്വരൻ നിങ്ങൾക്ക് മുന്നോട്ട് നൽകുന്നത്. ഇത്രയും കാലം ലഭിക്കാതിരുന്ന ആ ഒരു സമാധാനം ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും തീർച്ചയായിട്ടും നല്ലൊരു മാറ്റമുണ്ടാകും. ദാമ്പത്യ കുടുംബജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു മനസ്സമാധാനം ലഭിക്കുന്ന സമയം, മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയം, വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന കാലതാമസം, തടസ്സങ്ങൾ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ട് എത്രമേൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിലും അതിൽ നിന്ന് കരകയറി മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു ഈശ്വരാനുഗ്രഹം, ഒരു വഴി നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടും. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന ഇടത്ത് നിന്ന് നിങ്ങൾക്ക് പലതും നേടി മുന്നോട്ട് പോകുവാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് മാനസികമായിട്ട് തളർന്നു പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മുൻപിൽ പുതിയ വഴികൾ, നല്ല മാർഗങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് നൽകും. അതനുസരിച്ച് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ടും സാധിക്കും. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്ന തടസ്സം, കാലതാമസങ്ങളൊക്കെ വിട്ടുമാറി ജീവിതത്തിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കും ഒരു നല്ല സമയം, നല്ല കാലം ആരംഭിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ധനരാശിക്കാരെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ പറഞ്ഞ പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് വന്നവരെ സംബന്ധിച്ച് അതിൽ നിന്നൊക്കെ ഒരു നല്ല മാറ്റം, നല്ല ഗുണഫലം ഈശ്വരൻ നൽകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് നിങ്ങൾ പരിതപിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മുന്നോട്ട് വളരെ ഒരു നല്ലൊരു സമയത്തിൻ്റെ ആരംഭമാണ്. ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. നിങ്ങൾ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും വളരെ നല്ല ഗുണഫലങ്ങൾ, മാറ്റങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. അത്രമേൽ ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും മാറ്റമുണ്ടായി എല്ലാ തരത്തിലും ഒരു നന്മ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു സമയം അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ധനുരാശിയിൽ വരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും മുന്നോട്ടുള്ള സമയം ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിയിൽ വരുന്ന
ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. പ്രധാനമായിട്ടും മകരം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഉന്നതിയുടെ ഒരു നേട്ടത്തിൻ്റെ കാലഘട്ടമാണ് ആരംഭിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സൗഭാഗ്യങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു സമയം, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് മാറ്റം ലഭിക്കുന്ന ഒരു കാലത്തിൻ്റെ ആരംഭം എന്ന് പറയാം. മകരം രാശിയിൽ വരുന്ന പല വ്യക്തികളെയും സംബന്ധിച്ച് പല തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ, പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. അത് ഓരോ മകരം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ചും പലതരത്തിലാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചിലരെ സംബന്ധിച്ച് അവരവരുടെ ഭൂമി അല്ലെങ്കിൽ അവരവർ വസിക്കുന്ന ഗൃഹത്തിൻ്റെ പേരിൽ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കടബാധ്യതകൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസങ്ങൾ, അതുമൂലം ഉണ്ടാകുന്ന മനക്ലേശം, അല്ലെങ്കിൽ അവരവരുടെ സന്താനങ്ങൾക്ക് ഒരു വിദ്യാഭ്യാസമോ മറ്റു കാര്യങ്ങളോ ഒക്കെ നൽകുന്നതിനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനനുഭവത്തിൽ വരുന്ന ആ ഒരു സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അവരവർ ചെയ്യുന്ന കർമ്മത്തിൽ ആ ജോലിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാനം ലഭിക്കുന്നില്ല, ചിലർക്ക് പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ട അനുഭവമോ അല്ലെങ്കിൽ ജോലി ഇല്ലാതിരിക്കുന്ന അവസ്ഥ, അതുമൂലം ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക പ്രയാസങ്ങൾ, ഇങ്ങനെ പലതരത്തിൽ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഒരു ബിസിനസ്, ഒരു ജോലിയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും പ്രതീക്ഷിക്കുന്ന ഒരു ധനവരുമാനം ആ ഒരു ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതും, അപ്പോൾ ഒരു ബിസിനസ് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും, അങ്ങനെ പലതരത്തിലാണ് പലർക്കും ആ ഒരു സാമ്പത്തികപരമായിട്ടുള്ളൊരു ക്ലേശങ്ങൾ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് അതിനൊക്കെ ഒരു നല്ല മാറ്റം ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഈശ്വരൻ ഒരു മാറ്റം നൽകും. നിങ്ങളുടെ കൈകളിലേക്കും പണം വന്നു ചേരും. അതിനുള്ളൊരു മാർഗം നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ആ രീതിയിലുമൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് ഒരു സാമ്പത്തികം വന്നു ചേരാം. അതുമൂലം ജീവിതത്തിൽ ആ ഒരു മാറ്റങ്ങൾ അനുഭവത്തിൽ ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ് എന്ന് പറയാം. മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന അല്ലെങ്കിൽ മനസ്സിൻ്റെ ആ ഒരു സമാധാനം കളഞ്ഞിരുന്ന പല കാര്യങ്ങളും ഓരോരുത്തർക്കും ഓരോ തരത്തിലാകാം. ചിലർക്ക് അവരവരുടെ ജീവിത അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഒരു മനപ്രയാസം, അല്ലെങ്കിൽ ദാമ്പത്യ കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, ജീവിത പങ്കാളിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പരിഗണന ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ജീവിത പങ്കാളി നമ്മളെ മനസ്സിലാക്കുന്നില്ല, ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഉണ്ടാകുന്ന മനപ്രയാസങ്ങൾ, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് അനുഭവത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പല കാര്യങ്ങളാകാം ആ മനസ്സിൻ്റെ സ്വസ്ഥത, സമാധാനം നശിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു നല്ല മാറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ്. മകരം രാശിക്കാർക്ക് ആ ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരുപാട് അലച്ചിലുകൾ, പരിശ്രമങ്ങളൊക്കെയാണ് പലർക്കും അവരവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമായിട്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും ധാരാളം അലച്ചിലുകൾ വളരെ കൂടുതലായിട്ട് അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മകരം രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ പലർക്കും അനാവശ്യമായിട്ട് ഒരുപാട് ചിലവുകൾ വന്നു ചേർന്ന അനുഭവമാണ്. പലർക്കും ആ ചിലവുകൾ വരുന്ന പലതരത്തിലാണ് എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മുടെ കൈകളിലേക്ക് വരുന്ന പണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ചിലവായി പോകുന്ന അവസ്ഥ, അതും കൂടുതലും പാഴ്ചിലവായി പോകുന്ന അനുഭവം. നമ്മളൊരു ശുഭകാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിച്ചാൽ പോലും അത് പാഴ്ചിലവായിട്ട് മാറിപ്പോകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങൾക്ക് ആ പാഴ്ചിലവുകളൊക്കെ വിട്ടുമാറി ശുഭകാര്യങ്ങൾക്കായിട്ട് ആ പണം ചിലവഴിക്കേണ്ട അനുഭവം ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. ഈ ഒരു കാലഘട്ടങ്ങൾ മകരം രാശിക്കാരെ സംബന്ധിച്ച് ജീവിത പ്രതിസന്ധികളിൽ നിന്ന് നല്ലൊരു മാറ്റം ലഭിക്കുന്ന കാലഘട്ടം. അതുപോലെ തന്നെ ഒരു വിദേശ ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ വിദേശ പഠനം ആഗ്രഹിക്കുന്ന മകരം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുമൊക്കെ സമയം അനുകൂലമാണ്. ആ ഒരു കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. കുറേ കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം, പുണ്യസ്ഥലങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യവും മുന്നോട്ടുള്ള കാലം മകരം രാശിക്കാർക്ക് പലർക്കും അനുഭവത്തിൽ വരും. നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മകരം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ആരൊക്കെയാണോ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്നത് അവരെ സംബന്ധിച്ച് ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. വിവാഹം കഴിഞ്ഞ് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ,
ഭാര്യ ഭർത്താക്കന്മാർ രണ്ടിടങ്ങളിൽ അതായത് രണ്ട് സ്ഥലങ്ങളിൽ, രണ്ട് രാജ്യങ്ങളിലായിട്ടൊക്കെ ജീവിക്കേണ്ട അനുഭവം പലർക്കുമുണ്ട്. അത് കർമ്മസംബന്ധമായിട്ടോ മറ്റു പല കാര്യങ്ങൾ കൊണ്ടോ ആകാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരുമിച്ച് ജീവിക്കുവാനുള്ള ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കുകയും ഒരുമിച്ച് ഒരു സ്ഥലത്ത് വസിക്കുവാനുള്ള യോഗം ലഭിക്കുന്ന സമയം. അതുപോലെ വിവാഹമോചനത്തിൻ്റെ ഒരു വക്കിൽ വരെ എത്തിയിരിക്കുന്ന പല ദമ്പതികളെ സംബന്ധിച്ചും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരസ്പരം പറഞ്ഞു തീർത്ത് നല്ല രീതിയിൽ ആ കുടുംബ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന മകരം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചും നിങ്ങൾക്ക് സമയം വളരെ ഉത്തമമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ലൊരു ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മകരം രാശിക്കാരെ സംബന്ധിച്ചൊരു വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ ഒരുപാട് തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ മകരം രാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പകുതി വഴിയിൽ മുടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വിട്ടുമാറും. മനസ്സിനെ അലട്ടിയിരുന്ന പല കാര്യങ്ങളും വിട്ടുമാറുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ശുഭചിലവുകൾ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരും. ശുഭചിലവുകൾ എന്ന് പറഞ്ഞാൽ പലരെയും സംബന്ധിച്ച് നല്ലൊരു വിവാഹം നടക്കുക, സ്വന്തമായിട്ട് ഭൂമി വാങ്ങാൻ സാധിക്കുക, ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് ഗൃഹപ്രവേശം വരെ നടത്തുവാനുള്ള യോഗം, അതുപോലെ ആ ഗൃഹനിർമ്മാണം പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നവർക്ക് അത് പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങളിതിനെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. മകരം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ആ ദശാകാലവുമൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. ആദി പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും നാളെ വൃശ്ചികം 1 മുതൽ അനുഭവത്തിൽ അവരവരുടെ ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിയിൽ വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നാളെ വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. പൊതുവേ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധത്തിലുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പൂർണ്ണമായിട്ട് വിട്ടുമാറും എന്നുള്ളതാണ്. 7ര ശനിയുടെ അവസാന കാലഘട്ടമായ പാദശനിയിൽ കൂടെ കടന്നു പോകുന്ന നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്നവരാണ്. ചുരുക്കി പറഞ്ഞാൽ പലർക്കും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത്രമേലുണ്ട് എന്ന് മനസ്സിലാക്കുക. ഏത് രീതിയിൽ ഇറങ്ങിത്തിരിച്ചാലും പണച്ചിലവ് തന്നെയാണ് പലരെ സംബന്ധിച്ച്. പണം കയ്യിൽ നിന്ന് പോകുന്നു എന്നുള്ളതല്ലാതെ കയ്യിലേക്ക് പണം വരുന്ന ഒരനുഭവം പലർക്കുമില്ല. കടം വാങ്ങി വരെ പല കാര്യങ്ങൾക്കും വേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥ. എങ്ങനെ കടബാധ്യതകൾ ഉണ്ടാകുന്നു, എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പുതിയ ചിലവുകൾ വന്നു ചേരുന്നു എന്നറിയാത്ത ഒരു അനുഭവം. എത്രത്തോളം കണക്ക് കൂട്ടി മുന്നോട്ട് പോയാൽ പോലും ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരനുഭവമാണ് പലർക്കും. അത്രമേൽ സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്ന രാശികളിൽ ഒരു രാശിക്കാരാണ് കുംഭം രാശിക്കാർ. എത്രമേൽ അധ്വാനിക്കുന്നതിലും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാത്ത വ്യക്തികൾ, എത്ര അധ്വാനിച്ചാലും അധ്വാനത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കാത്ത അനുഭവം. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് അവരവർ ചെയ്യുന്ന ജോലിയിലൊക്കെ എത്രത്തോളം ആത്മാർത്ഥത പുലർത്തിയാലും എത്രത്തോളം പരിശ്രമിച്ചാലും ആ പരിശ്രമത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പരമപ്രധാനമായ സത്യം. അതുപോലെ കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥ, ആ ഒരു ബുദ്ധിമുട്ടുകൾ പലർക്കും അനുഭവത്തിലുള്ളതാണ്. നമ്മൾ ഏറെ വിശ്വസിച്ചിരുന്ന പല വ്യക്തികളുടെ ഭാഗത്തു നിന്നും ഒരു വിശ്വാസവഞ്ചന, കബളിപ്പിക്കലൊക്കെ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച് അവസാനം കടക്കണിയിൽ പെട്ടുപോയ കുംഭം രാശിക്കാരും നിരവധിയാണ്. നമ്മുടെ കയ്യിലുള്ള പണം മറ്റൊരാളെ സഹായിക്കാൻ കൊടുത്ത് നമ്മുടെ ആവശ്യത്തിന് തിരിച്ച് ലഭിക്കാത്ത ഒരനുഭവം. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് കുംഭം രാശിക്കാർ കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായി അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒരു നല്ല മാറ്റം ലഭിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറുന്ന ഒരു കാലത്തിൻ്റെ ആരംഭം. കടബാധ്യതകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ പൂർണ്ണമായിട്ടൊരു മാറ്റം ലഭിക്കും. അതിനുള്ളൊരു വഴി നിങ്ങളുടെ മുൻപിൽ തീർച്ചയായിട്ടും തെളിഞ്ഞു കിട്ടും.
നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന ജോലി കർമ്മത്തിലുണ്ടായിരിക്കുന്ന തടസ്സങ്ങൾ പ്രയാസങ്ങൾ വിട്ടുമാറി ആ കർമ്മ മേഖല വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രി വാസങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥ, ആ രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു പൂർണ്ണമായ മാറ്റം ലഭിച്ച് നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യവും പുത്തനുണർവും ലഭിച്ച് ആ ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥയും മാറി ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനാവശ്യമായിട്ടുള്ള ശത്രുതകൾ, എതിർപ്പുകൾ കുംഭം രാശിയിൽപ്പെട്ട പലരെയും സംബന്ധിച്ച് ജോലി ചെയ്യുന്ന ഇടങ്ങളിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ എത്ര നന്മകൾ ചെയ്താലും തിരിച്ച് നന്മകൾ അല്ലെങ്കിൽ നല്ല വാക്ക് ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, അനാവശ്യമായിട്ടൊരു ശത്രുതാ മനോഭാവത്തോടു കൂടി കാണുക അല്ലെങ്കിൽ ആ രീതിയിൽ പെരുമാറുക. കുംഭം രാശിയിൽപ്പെട്ട പലരും ജോലി ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ നിങ്ങളുടെ ആ ജോലിക്ക് കർമ്മത്തിന് തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ അനാവശ്യമായി പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തികൾ തീർച്ചയായിട്ടും ഉണ്ടാകുവാനുള്ള സാധ്യത, അവർ മുഖാന്തരം ഉണ്ടാകുന്ന മനക്ലേശങ്ങൾ, ആ ജോലി ചെയ്യുന്നതിന് ഉണ്ടാകുന്ന തടസ്സങ്ങൾ, ജോലിക്ക് ഉയർച്ചയ്ക്ക് അവർ നൽകുന്ന പലതരത്തിലുള്ള ക്ലേശങ്ങൾ, ഇതൊക്കെ അനുഭവിക്കുന്നവർ ധാരാളമാണ്. അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങളുടെ കർമ്മ മേഖല വളരെ സുഗമമായി മുന്നോട്ട് പോകും. നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന അനാവശ്യ എതിർപ്പുകൾ, ശത്രുതകൾ, ഇതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന കാലത്തിൻ്റെ ആരംഭമാണ്. കുംഭം രാശിയിൽപ്പെട്ട പല വ്യക്തികൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അനാവശ്യമായിട്ടുള്ള ചില കേസ് വഴക്കുകളിലൊക്കെ ഉൾപ്പെട്ട വ്യക്തികളുമുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം പൂർണ്ണമായിട്ട് ലഭിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ മോശപ്പെട്ട കാര്യങ്ങളും പൂർണ്ണമായിട്ട് വിട്ടുമാറും. ഈ ഒരു ഏഴരശനിയുടെ അവസാന കാലഘട്ടത്ത് പാദശനിയിൽ കൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മാറ്റമാണ്. നിങ്ങളെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജി പൂർണ്ണമായി വിട്ടുമാറി കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാലത്തിൻ്റെ ആരംഭമാണ്. മനസ്സിനെ അലട്ടിയിരുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. ആരോഗ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കും. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, കടബാധ്യതകളിൽ നിന്ന് ഒരു മുക്തി ലഭിക്കും. അതിനുള്ള നല്ല മാർഗ്ഗങ്ങൾ, അവസരങ്ങൾ വന്നു ചേരും. അവരവർ ചെയ്യുന്ന കർമ്മം, തൊഴിൽ, നിങ്ങളുടെ ബിസിനസ്, ഇതിലൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു മാറ്റം, മുന്നേറ്റം ലഭിക്കുക. ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അനുഭവത്തിൽ വരും. അതുപോലെ തന്നെ ദാമ്പത്യപരമായിട്ടും കുംഭം രാശിയിൽപ്പെട്ട പല വ്യക്തികളും പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകും. അതുപോലെ വിവാഹത്തിൻ്റെ കാര്യങ്ങളിലുമൊക്കെ നിങ്ങൾക്കൊരു അനുയോജ്യമായിട്ടുള്ള ഒരു ഫലമായിരിക്കും തീർച്ചയായിട്ടും ലഭിക്കുക. പൊതുവെ കഴിഞ്ഞ ഒരു 5-6 വർഷത്തോളം അല്ലെങ്കിൽ 6-7 വർഷത്തോളമായി കുംഭം രാശിയിൽപ്പെട്ട വ്യക്തികൾ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങൾക്കും ഒരു നല്ല മാറ്റം അനുഭവത്തിൽ വരുന്ന സമയമാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും നമുക്ക് ഒരു വീഡിയോയിൽ പറഞ്ഞാൽ തീരില്ല. കാരണം അവിട്ടം, ചതയം, പൂരിരുട്ടായ നക്ഷത്രത്തിൽ ജനിച്ച പല വ്യക്തികളും അനുഭവിക്കുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓരോരുത്തർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ചിലർക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, ചിലർക്ക് ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ, ചിലർക്ക് കടബാധ്യതകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അങ്ങനെ കർമ്മസംബന്ധമായ പ്രശ്നങ്ങൾ. വളരെ നല്ല രീതിയിൽ ജീവിച്ചു വന്നുകൊണ്ടിരുന്ന, സാമ്പത്തികപരമായിട്ട് വളരെ നല്ല നിലയിൽ കഴിഞ്ഞിരുന്ന കുംഭം രാശിയിൽപ്പെട്ട പലരും കഴിഞ്ഞ 6-7 വർഷം കൊണ്ട് ജീവിതത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ സാമ്പത്തികപരമായിട്ട് വളരെ പിന്നോക്കാവസ്ഥയിൽ വരെ വന്നിട്ടുള്ള ഒരു അനുഭവമുണ്ട്. ഇതൊക്കെ അനുഭവിച്ചു വന്നവരാണ്. നമ്മളേറെ വിശ്വസിച്ചിരുന്ന വ്യക്തികളിൽ നിന്ന് വിശ്വാസവഞ്ചനകൾ, അങ്ങനെയൊക്കെ അനുഭവത്തിൽ വരിക. അതുമൂലം പലതരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ ഒക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. സ്വന്തം ബന്ധങ്ങളും മറ്റും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങൾ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങൾ കൂടെ കടന്നു വന്നിട്ടുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് ഈശ്വരൻ നൽകുന്ന ഒരു നല്ല സമയമാണ്. ആരുടെയും ആശ്രയമില്ലാതെ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പലതും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. പരിശ്രമശാലികളായ നിങ്ങളെ സംബന്ധിച്ച് ഈശ്വരൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് തിരികെ നൽകുന്ന ഒരു ഏറ്റവും നല്ല കാലത്തിൻ്റെ സമയത്തിൻ്റെ ആരംഭമാണ്.
കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും സന്തോഷമായി സമാധാനമായി മുന്നോട്ട് പോവുക. ഒരു നല്ല കാലം നിങ്ങൾക്ക് കാത്തിരിക്കുന്നു. നിങ്ങൾക്കായിട്ട് ആ ഒരു നല്ല കാലമുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു നല്ല മാറ്റമാണ് നിങ്ങൾക്ക് ഈശ്വരൻ നൽകുന്നത്. ഈ ഒരു സമയം ആഗ്രഹമുണ്ടെങ്കിൽ അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും മുന്നോട്ടുള്ള സമയം എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.